നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം കണ്ണുനീർ തോരാത്ത നക്ഷത്രങ്ങൾ. എന്ന് തീരും ഇവരുടെ ദുരിതം? ഈ വിഷയമാണ് ഞാനിവിടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കണ്ണുനീർ തോരാത്ത നക്ഷത്രങ്ങൾ, അങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരെ ഏതൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് എന്നും കണ്ണുനീരാണ്, എന്നും ദുരിതങ്ങളാണ്. ചില നക്ഷത്രക്കാർക്ക് രാപകലന്തിയോളം വണ്ടിക്കാളകളെ പോലെ പണിയെടുത്താലും ഇവർക്ക് ദുരിതം ഒഴിഞ്ഞിട്ടൊരു നേരമില്ല. എല്ലാ ദിവസവും കഷ്ടപ്പാടും ദുരിതങ്ങളുമാണ് ഇവർക്ക് കിട്ടുന്നത്. അങ്ങനെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഓരോ ദിവസങ്ങളും സഹിച്ച് ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് സാന്ത്വനമായി ഒരു നല്ല വാക്ക് പറയാൻ, ഇവരെ ഒന്ന് സാന്ത്വനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ ഇവരുടെ വാക്കുകൾ കേൾക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല എന്നതാണ് സത്യം. പ്രത്യേകിച്ച് അവരുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾ വരെ ഇവർക്കൊരു സപ്പോർട്ട് ഇല്ലാത്ത അവസ്ഥ വരാറുണ്ട്. ഇങ്ങനെ ചില നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാരുടെ പൊതുവായ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. എന്നും ദുരിതങ്ങൾ മാത്രം അനുഭവത്തിൽ വരുന്ന ചില നക്ഷത്രങ്ങൾ. ഈ പറയുന്ന എല്ലാ നക്ഷത്രക്കാർക്കും അങ്ങനെ ഉണ്ടാകണമെന്നില്ല കേട്ടോ. ഇത് സാമാന്യമായി പറയുന്ന കാര്യമാണ്. കാരണം ഓരോരുത്തരുടെ ജന്മസമയത്തെ ഗ്രഹനില അനുസരിച്ചാണ് പിന്നീട് വരുന്ന കാര്യങ്ങൾ അവർക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത് ചിലപ്പോൾ മുൻജന്മ കർമ്മഫലമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെയും വരാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് സാമാന്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പറയുന്ന നക്ഷത്രങ്ങളെല്ലാം ഇത് എല്ലാവർക്കും ഇതുപോലെ അനുഭവം ഉണ്ടാകണമെന്നില്ല. എന്നാലും സാമാന്യമായി ഏതാണ്ട് 75% നക്ഷത്രക്കാർക്കും ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നക്ഷത്രങ്ങളെന്നും നോക്കാം. ഒന്ന് രോഹിണി നക്ഷത്രവും. ഈ രോഹിണി നക്ഷത്രം, മറ്റൊന്ന് ഭരണി നക്ഷത്രം, വേറൊന്ന് കാർത്തിക നക്ഷത്രം, പിന്നെ മകം നക്ഷത്രം, ആയില്യ നക്ഷത്രം. ഇനിയാണ് ചില നക്ഷത്രങ്ങളുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നതാണ്, ഈ വീഡിയോ തന്നെ പറയുന്നതാണ്. അപ്പൊ രോഹിണി നക്ഷത്രക്കാർ പൊതുവെ സുന്ദരികളും സുന്ദരന്മാരുമാണ്. ഇവര് നല്ല കഴിവുള്ളവരും ഒക്കെ, കാഴ്ചയിൽ നല്ല മിടുക്കന്മാരൊക്കെയാണ്. ചന്ദ്രന്റെ ആധിപത്യമുള്ളവരാണിവർ. മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും ഇവർക്ക് പലപ്പോഴും മാനസിക വിഷമങ്ങളും കണ്ണുനീരുമായിരിക്കും പലപ്പോഴും ഇവർക്ക് തിരിച്ചു കിട്ടുന്നത്. എന്ത് ചെയ്താലും ഇവർക്കൊരു നല്ല വാക്ക് കേൾക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്നും വരും. അതേപോലെ തന്നെ മറ്റൊരു നക്ഷത്രമാണ് ഭരണി. ഇവർ കഠിനാധ്വാനികളും സത്യസന്ധരുമാണ്. ഇവർ കുടുംബത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നവരായിരിക്കും പലരും. ദുരിതങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഇവർ പല കാര്യങ്ങളിലും ആത്മാർത്ഥമായി പണിയെടുത്താലും തിരിച്ചവർക്ക് അതിന്റെ ഫലം കിട്ടാതെ പോകും. കണ്ണുനീരായിരിക്കും അവർക്കും ദിവസവും വരുന്നത്. ഇനി കാർത്തിക നക്ഷത്രം. അഗ്നിദേവൻ അധിപനായ കാർത്തിക നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ വിരഹവും കണ്ണുനീരും കൂട്ടിനും എപ്പോഴും ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് കാർത്തിക നക്ഷത്രം നല്ല വിധത്തിലുള്ള കീർത്തി കെട്ടുപോണ ചില കാർത്തിക നക്ഷത്രക്കാരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ അനുഭവം ഉണ്ടാകണമെന്നില്ല. എന്നാലും ഭൂരിപക്ഷം കാർത്തികക്കാർക്കും ഇങ്ങനെ കണ്ണുനീരും കൈയുമായി കഴിയാനായിട്ട് ചില സമയങ്ങളിൽ വിധിയുണ്ടാവും. കാർത്തിക നക്ഷത്രക്കാർക്ക്. കാർത്തിക നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ മകം നക്ഷത്രം. മകം നക്ഷത്രം പിതൃക്കളുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് മകം നക്ഷത്രം. എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ടാലും അർഹിക്കുന്ന അംഗീകാരം ഇവർക്ക് കിട്ടാറില്ല. ഈ മകം നക്ഷത്രങ്ങൾ അവർ കുടുംബത്തിന് വേണ്ടി പണിയെടുക്കും.
കുടുംബത്തിലെ നല്ല കാര്യങ്ങൾ ചെയ്യും. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ ഇവർ തയ്യാറാണ്. എന്നാൽ ഇത് അവർക്ക് അതിന്റെ നല്ല അനുഭവങ്ങളൊന്നും അവർക്ക് തിരിച്ച് കിട്ടില്ല. കണ്ണുനീരും കൈയായിരിക്കും ചിലപ്പോൾ അവർക്ക് ബാക്കി വരുന്നത്. അപ്പൊ മകൻ നക്ഷത്രക്കാർക്കും ഇങ്ങനെ തീരാ ദുഃഖങ്ങൾക്ക് ഇടവരാം. ഈ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രം ഇവർ ബുദ്ധിയുള്ളവരാണെങ്കിലും പലപ്പോഴും ഇവരെ ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഇവർ സമൂഹത്തിന്റെ മുന്നിൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ബന്ധുക്കളിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമുള്ള കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നവരാണിവർ. ഇവർ ഏറെ കണ്ണുനീർ ഒഴുക്കേണ്ട സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. ഇവർക്ക് എത്ര നല്ല വിധത്തില് ജോലി ചെയ്ത് മുന്നോട്ട് പോയാലും, എത്ര ആത്മാർത്ഥമായ കാര്യങ്ങൾ ചെയ്താലും, കുടുംബത്തിന് വേണ്ടി പലതും സഹിക്കാൻ തയ്യാറായാലും ഇവർക്ക് കണ്ണുനീരായിരിക്കും ബാക്കി വരുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട്. അപ്പൊ ഇതേപോലെയുള്ള പുതിയ അറിവുകൾ ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. തുടർന്ന് വരുന്ന പുതിയ അറിവുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ചോതി നക്ഷത്രം. ഈ നക്ഷത്രക്കാരും എത്ര ആത്മാർത്ഥമായി സമൂഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിലോ പണിയെടുത്താലും ഇവർക്കും കണ്ണീരൊഴിഞ്ഞിട്ട് നേരമില്ലാത്ത സമയങ്ങൾ വരും. നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാണിവർ. ഇവർ എപ്പോഴും നീതിമാന്മാരായിരിക്കും. നീതിക്ക് വേണ്ടി ജീവൻ കളയുന്നവരാണ് ഈ ചോദ്യ നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ ഇവർ പെട്ടുപോകാറുമുണ്ട്. ചിലർ കുഴിക്കുന്ന ചതിക്കുഴിയിൽ ഇവർ പെട്ടുപോകാറുമുണ്ട്. സ്നേഹിക്കുന്നവരിൽ നിന്നുള്ള തിരിച്ചടികൾ ഇവർക്ക് പലപ്പോഴും താങ്ങാൻ പറ്റാണ്ടും വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര ആത്മാർത്ഥമായി ഓരോരുത്തർക്ക് വേണ്ടിയും ഇവർ ജോലി ചെയ്താൽ, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാമോ അതെല്ലാം ഇവർ ചെയ്താലും, നീതിക്ക് വേണ്ടി പൊരുതിയാലും ഇവർക്ക് അതിന്റെ ഫലം കിട്ടിയെന്ന് വരില്ല. കണ്ണുനീരായിരിക്കും ഇവർക്ക് ബാക്കി വരുന്നത്. പൂരം നക്ഷത്രം. ശുക്രന്റെ നക്ഷത്രമാണ് പൂരം നക്ഷത്രം. സൗഭാഗ്യവും ആഡംബരവും അനുഗ്രഹവും ഉള്ളവരാണിവർ. അതായത് ഈ ശുക്രന്റെ നക്ഷത്രമായ പൂരം നക്ഷത്രക്കാർ, ഇവർക്ക് സൗഭാഗ്യവും ഉണ്ടാവും, ആഡംബരവും ഒക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട അവസ്ഥ വന്നാലും ഇവർക്കും ഉണ്ടാവും ദുരാനുഭവങ്ങൾ. സ്വന്തക്കാരിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ശുക്രന്റെ നക്ഷത്രമാണ്. സൗഭാഗ്യവും ആഡംബരവും കിട്ടാവുന്ന, അതിനനുസരിച്ച് അനുഗ്രഹമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവര്. എങ്കിലും എല്ലാവർക്കും ജീവിത സൗകര്യങ്ങൾ ഉണ്ടായെന്ന് വരില്ല. അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരെത്ര ആത്മാർത്ഥമായി പണിയെടുത്താലും അവർക്ക് കണ്ണുനീരും കൈയായിരിക്കും പിന്നീട് ബാക്കി വരുന്നത്. ഇനി പൂരാടം നക്ഷത്രം. പൂരാടം നക്ഷത്രക്കാരായ ഇവർക്ക് ഇവർ കഠിനമായി പരിശ്രമിച്ചാലും അവസാന നിമിഷം കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകും. ഇവർ എത്ര കഠിനമായി പ്രയത്നിച്ചാലും എന്ത് കാര്യത്തിന് വേണ്ടിയും ഇവര് പ്രവർത്തിച്ചാൽ അവസാന നിമിഷം ആ കാര്യങ്ങൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. ഇത് ഇവരെ വളരെ നിരാശരാക്കിക്കൊണ്ടിരിക്കും. മനസ്സിൽ ഇവർക്ക് പലപ്പോഴും കുറ്റബോധം തോന്നുകയും ചെയ്യും. കുറ്റബോധം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും
ദൈവമേ, നമ്മൾക്ക് കിട്ടിയത് ഈ ദുരിതം മാത്രമുള്ളല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയല്ലോ ദൈവമേ എന്നുള്ള ഒരു മനസ്സിന്റെ വിഷമം ഇവർക്ക് പലപ്പോഴും താങ്ങാൻ പറ്റാണ്ട് വരും, ഈ പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. അപ്പൊ കഠിനമായി പ്രയത്നിച്ചാലും ആ കഠിന പ്രയത്നത്തിന്റെ ഫലം ഇവർക്ക് കിട്ടില്ല. അവർക്ക് കിട്ടുന്നത് ദുരനുഭവങ്ങളായിരിക്കും പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച്. ഇനി തൃക്കേട്ട നക്ഷത്രം. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ശത്രുദോഷങ്ങളും തടസ്സങ്ങളും ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. സ്വന്തം വീട്ടുകാർ ഇവരെ ഒറ്റപ്പെടുത്തും. പലപ്പോഴും ഇവർക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഇവരെ കണ്ണുനീർ കുടിപ്പിക്കുകയും ചെയ്യും. സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെ ഇവരോട് നല്ല വിധത്തിൽ പെരുമാറുകയില്ല. അതോടൊപ്പം ഇവരെ കുറ്റപ്പെടുത്താനും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവരെ ചെയ്യാത്ത കുറ്റത്തിന് ഇവർക്ക് ശിക്ഷ കിട്ടേണ്ട അവസ്ഥയും വരാറുണ്ട്. അപ്പൊ ഇവരും എത്രത്തോളം രാപകലന്നെ പണിയെടുത്താലും അവസാനം കിട്ടുന്നത് കണ്ണുനീരാണ്. അപ്പൊ ഇതൊരു സാമാന്യമായ ഫലമാണ്. ഈ ചില നക്ഷത്രക്കാർ, ഇത് എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാവണമെന്നൊന്നുമില്ല. സാമാന്യമായി ഈ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് ഈ കണ്ണുനീരും കൈയായിരിക്കും. ഇതൊരു സാമാന്യ ഫലമാണ് ഞാൻ ഈ പറഞ്ഞത്. ചിലർക്ക് ഇത് ബാധകമാകണമെന്നില്ല. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളും ദശാകാലങ്ങളും അനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശക്തമായ മനസ്സും പോസിറ്റീവ് ചിന്താഗതിയും ഉണ്ടെങ്കിൽ ഏത് നക്ഷത്രക്കാർക്കും അവരുടെ ദുഃഖങ്ങളെ മറികടന്ന് സന്തോഷകരമായ ജീവിതം നയിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്യും. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു പോസിറ്റീവ് ചിന്താഗതി നമ്മളിൽ ഉണ്ടാക്കാനും നമ്മൾ ശ്രമിച്ചാൽ എത്ര കഠിനമായ ദുഃഖങ്ങളെയും നമുക്കതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ കണ്ണുനീരും കൈയുമായി കഴിയുന്ന എന്നും കണ്ണുനീർ തോരാത്ത ഈ നക്ഷത്രങ്ങളുടെ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.